പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ കൂടെ നിൽക്കാമെന്ന് പറയുകയും വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്ന അനേകർ നമ്മെ വിട്ട് ഓടി ഒളിക്കാറുണ്ട്. എന്നാൽ ദൈവവചനം പറയുന്നു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയിരിക്കും. അതെ, ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം. ദാനിയേലും കൂടെയുള്ള 3 പുരുഷന്മാരും ബാബേൽ പ്രവാസത്തിൽ അടിമകളായി കടന്നുപോയി. അതിൽ 3 പേർ ചന്ദ്രക് മേശക് അഭേന്ദ്രകവാദിയായവർ തീയിലിടപ്പെടേണ്ടുന്ന സാഹചര്യം കടന്നു വന്നു. എന്നാൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്കൊരു കേടും വന്നിട്ടില്ലല്ലോ. 4-മത്തവൻ്റെ രൂപം ദൈവപുത്രനോട് സദൃശ്യമായിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. അതെ, തീയുടെ നടുവിൽ 4-മനായി ഇറങ്ങി വന്ന് തൻ്റെ ജനത്തെ വിടുവിക്കുന്ന തൻ്റെ ഭക്തന്മാർ. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. ഇതാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. യാക്കോബിനോട് ദൈവം പറയുന്ന ഒരു വാഗ്ദത്തമാണ്. അതെ, 23-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ പറയുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യത്തിലും മുൻപടയായി പിൻപടയായി കീഴെ ശാശ്വത ഭുജമരളി നടത്തുന്ന ഒരു സർവശക്തനാക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നു. തൻ്റെ പ്രവൃത്തികളും കരുതലുകളും അത്ഭുതങ്ങളും എന്നും അഗോചരങ്ങൾ മാത്രമാണ്. അതെ, ജീവിതത്തിൽ എത്ര പ്രതിസന്ധി ഉയർന്നു വന്നാലും ആരും സഹായിക്കാനില്ലാത്ത സാഹചര്യങ്ങളും അവസ്ഥകളും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാലും എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അതെ, നമ്മുടെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ, പ്രതിസന്ധി ഘട്ടത്തിൽ ആരും സഹായിക്കാനില്ലാത്തടത്ത് ഇറങ്ങി വന്ന് തൻ്റെ ഭക്തന്മാരെ വിടുവിക്കുന്ന ഒരു സർവശക്തനാകുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന് നാം മറന്നു പോകരുത്. അതുകൊണ്ട് അനർത്ഥങ്ങളും ആപത്തുകളും കടന്നു വരുമ്പോൾ ചാഞ്ചാടി പോകുന്നവരോ അല്ലെങ്കിൽ ക്ഷീണിച്ചു പോകുന്നവരോ നിരാശപ്പെടുന്നവരോ ആയി തീരുവാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും നമ്മോട് കൂടെയിരിക്കുന്ന ദൈവം നമ്മെ സഹായിക്കും എന്നുള്ള വിശ്വാസത്തോടെ നമ്മുടെ ജീവിതത്തിൻ്റെ സ്റ്റെപ്പുകളെ മുൻപോട്ട് വയ്ക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.